കാസർഗോഡ് ചെറുവത്തൂരിൽ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീപിടിച്ചു. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ആർക്കും പരിക്കില്ല. അരുൺ പാറയ്ക്കുണ്ട് കാസർഗോഡ്. അരുൺ, എപ്പോഴാണ് തീപിടിച്ചത്? എന്താണ് നിലവിലൊരു സ്ഥിതിവിശേഷം? എത്രയും വേഗം തീ അണയ്ക്കാൻ സാധിക്കുമെന്ന സൂചന നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ? സുഹൈല്, ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ചെറുവത്തൂരിലെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയാണ്. ഈ പഴയ ഹരിതകർമ്മസേനയൊക്കെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ കൂട്ടിയിടുന്ന ഒരു കമ്പനിയാണ്. കൈതക്കാട് സ്വദേശി അബ്ദുള്ളയുടെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി ഉള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആർക്കും ഈ പ്ലാസ്റ്റിക് ഒക്കെ അകത്തുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. നിലവിൽ 6 ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇതിന് തൊട്ടുപുറകിൽ ഒരു മലയാണ്. ആ മലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഫയർഫോഴ്സ് നടത്തിയിട്ടുണ്ട്. ഈ തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ പടരാനുള്ള കാരണം പ്ലാസ്റ്റിക് ആണ്. ആ പ്ലാസ്റ്റിക്കിനെ തീ പിടിച്ചത് പെട്ടെന്ന് അണയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് ഫയർഫോഴ്സ് സംഘം പറയുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആർക്കും പരിക്കില്ല, സ്മിത. ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാകുന്നു. എന്നാൽ ചെറുവത്തൂരിലെ പ്ലാസ്റ്റിക് കമ്പനിക്കാണ് അത് വൻ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന് തീപിടിച്ചത് കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.